പറയുന്നത് ഇവര് ഇതിനെ പറ്റിയിട്ട് ഒരു വായിക്കാനുള്ള ശ്രമം പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ നമുക്ക് ഓരോന്നും തെളിവ് സഹിതം തന്നെ കുറച്ചെങ്കിലും സാമ്പിളുകൾ കാണിച്ചു കൊടുക്കാൻ തോന്നും. ഞാൻ പബ്മെഡിന്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചു. സർക്കംസിഷൻ എന്ന് പറയുന്നത്, പബ്മെഡ് എന്ന് പറയുന്നത് ഹെറിറ്റേജ് മെഡിക്കൽ ജേർണൽ വായിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ജേർണലാണ്. അപ്പൊ അവര് ബെനിഫിറ്റ്സ് ഓഫ് സർക്കംസിഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് കുറച്ചെണ്ണം വായിക്കാം. ഓക്കെ. സർക്കംസിഷൻ റെഡ്യൂസസ് ദി റിസ്ക് ഓഫ് പാരനോപോസ്റ്റൈറ്റിസ്, കാൻഡിഡൽ ഇൻഫെക്ഷൻ, ഇൻഫ്ലമേറ്ററി സ്കിൻ കണ്ടീഷൻ of the glands and foreskin, phimosis, paraphimosis, pineal cancer, sexually transmitted diseases. The lifetime risk of urinary tract infection is reduced by 20%. 20% മൂത്ര പഴുപ്പിന്റെ റിസ്ക് ആണുങ്ങളിൽ ഇത് കുറക്കും. മെയിൽ ജെനിറ്റൽ ഹൈജീൻ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, പിന്നെ ഈവൻ HPV വാക്സിൻ 100% മാലിഗ്നൻസി, പിനൈൽ മാലിഗ്നൻസി പ്രൊട്ടക്ഷൻ HPV വാക്സിൻസിന് പോലും കൊടുക്കുന്നില്ല. പക്ഷെ സർക്കംസിഷൻ ഈസ് ഗ്യാരണ്ടിങ് ഓൾമോസ്റ്റ് 100% പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് പിനൈൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോങ് ലിസ്റ്റ്. പബ്മെഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ദിസ് ഇസ് ആൻ വെരി ഒതന്റിക് ജേണൽ, മെഡിക്കൽ ജേണൽ. ഈ മനുഷ്യന്മാര് ഈ സാധനങ്ങളുടെ ഒന്നും അയൽവക്കത്ത് കൂടി പോലും പോയിട്ടില്ല. ഞാനൊരു സാധനം കാണിക്കാം. പീഡിയാട്രിക് ടെക്സ്റ്റ് ബുക്ക് ഓഫ് നെൽസൺ ടെക്സ്റ്റ് ബുക്ക് ഓഫ് പീഡിയാട്രിക്സ് 21st എഡിഷന്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കും. യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷന്റെ റിസ്ക് ഫാക്ടർ ആയിട്ട് പറയുന്നത് അൺസർക്കംസൈസ്ഡ് മെയിൽ ഇസ് എ റിസ്ക് ഫാക്ടർ ഫോർ ഡെവലപ്പിംഗ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ. അത് ഇന്നും നമ്മുടെ നാട്ടിലെ MBBS, PG, MD പീഡിയാട്രിക്സ് ചെയ്യുന്ന ആളുകളൊക്കെ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി എഴുതുന്നുണ്ട്. മെഡിക്കൽ വേൾഡിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡൗട്ടും ഈ വിഷയത്തിലില്ല. ഇറ്റ് ഹാസ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇത് ഒരു ബെനിഫിറ്റും ഇല്ലാത്ത എന്തോ പ്രാകൃതമായ സാധനം എന്ന് വരുന്ന ആളുകൾ എന്താ പറയാ, മെഡിക്കൽ ലിറ്ററേച്ചറിന്റെ 4 അയലത്ത് കൂടി പോയിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ.